ടി വിയിൽ പോലും ക്രിക്കറ്റ് കളി കാണാത്ത ഞാൻ ഇപ്പോൾ പോകുന്നുള്ളതുണ്ടല്ലോ സ്റ്റേഡിയത്തിൽ പോയിട്ട് ക്രിക്കറ്റ് കളി കാണാനാണ്. എന്തറിഞ്ഞിട്ടാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഞാൻ രാജേട്ടോ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ 4 കാലിൽ കിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരു 3 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഗുവാഹട്ടി വരെ പോകണം. അതുകൊണ്ട് ഞങ്ങളൊരു നേരത്തെ ഇറങ്ങിയായിരുന്നു. പക്ഷേ അടുത്തപ്പം ഒരു 6:30 മണിയെല്ലാം ആയി. നല്ല തിരക്കുണ്ടായി വെച്ചാൽ നല്ല തിരക്കുണ്ടായി. നമുക്ക് ഇങ്ങനെല്ലോ ആണ് ഞങ്ങൾ ഉള്ളിൽ കയറിയത്. കളി തുടങ്ങുന്നതിന് മുന്നെങ്കിലും സ്റ്റേഡിയത്തിൽ കയറണം എന്ന് വെച്ചിട്ടാണ് ഈ പാഞ്ഞു പോയത്. പക്ഷേ ഭാഗ്യത്തിന് കറക്റ്റ് സമയത്ത് സ്റ്റേഡിയത്തിൽ കയറി നമ്മൾ ഇരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു. നല്ല പാട്ടൊരു വൈബാണ് അവിടെ. ഭയങ്കര അടിപൊളിയാണ്. ടി വിയിൽ കാണുന്നതിനേക്കാൾ രസമുണ്ട് കേട്ടോ. എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിഞ്ഞില്ലെങ്കിൽ ഞാനിങ്ങനെ വീഡിയോ എടുക്കുക, ഇടയ്ക്കിടയ്ക്ക് പാട്ട് വരുമ്പം അതുമായിട്ട് ഡാൻസ് ചെയ്യുക, അങ്ങനെയല്ലായിരുന്നു ഞാൻ എൻജോയ് ചെയ്തത്. പക്ഷേ കളി പെട്ടെന്ന് കഴിഞ്ഞ് 7 മണിക്ക് തുടങ്ങിയ കളി 9:30 ആകുമ്പോഴേക്ക് തീർന്നു കേട്ടോ. ഇന്ത്യയെല്ലാം ബാറ്റ് ചെയ്യാൻ തുടങ്ങിയതിൽ 1 മണിക്കൂർ ആകുമ്പോഴേക്ക് കളി അവസാനിപ്പിച്ച് എല്ലാവരും വീട്ടിൽ പോയി. പക്ഷെ നല്ല രസമായിരുന്നു. ഞാൻ മാത്രം ഈ പൊട്ടത്തിനൊക്കെ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഒക്കെ വന്ന് ബാക്കിയുള്ള എല്ലാവർക്കും ക്രിക്കറ്റിനെ കുറിച്ച് ഭയങ്കര നോളജ്, പിന്നെ എല്ലാ കളിക്കാരുടെ പേരറിയാം. ഞാൻ മാത്രം ഇങ്ങനെ എനിക്ക് ആകെ അറിയുന്ന സഞ്ജു സാംസൺ മാത്രമായിരുന്നു. പക്ഷെ സഞ്ജു സാംസൺ വന്നു അതേ വഴി തിരിച്ചും പോയി. അതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയുന്നുണ്ടായിട്ട്. പക്ഷെ ആരും വരെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാ. പക്ഷെ ലാസ്റ്റ് ആകുമ്പോൾ എനിക്ക് ഇങ്ങനെ കൂക്കി അലറി വിളിച്ച് ലാസ്റ്റ് ആകുമ്പോൾ എൻ്റെ തൊണ്ടയെല്ലാം പോയി ഒന്ന് ചെറുതായിട്ടൊരു ക്ഷീണമെല്ലാം വന്ന് തുടങ്ങി. അതിനെക്കൊണ്ട് അതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് ചായയെല്ലാം കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ വേഗം വീട്ടിൽ പോയി.